എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു. അത് നിന്റെ തെറ്റ് അല്ല, അത് നിന്റെ തെറ്റ്. കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. സർപ്രൈസ് ബുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ഇനി ഞാൻ വീട്ടിൽ പോയി നടുവടക്കും. അത് നമ്മുടെ വഴിയാണ്. ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെ ഒരു മൂവി ഉണ്ട്, സലാം കാശ്മീർ. അതിനകത്ത് എന്റെ വീഡിയോ ഫുള്ള് കമന്റ് വരുന്നതാ സലാം കാശ്മീരിലെ. ഞാൻ ആ കമന്റ് വായിക്കാതെ ചോദിച്ചു. ആ ട്യൂണ അടക്കം എഴുതി ഇടുന്നവരുണ്ട് കമന്റ്. അച്ഛന്റെ ജോലി ചോദിക്കുമ്പോ എന്ത് എഴുതും, വീട്ടച്ഛൻ ഇന്ന് എഴുതുവോ എന്നാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യം ചേട്ടന്റെ അടുത്താണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കും, എന്തെഴുതും? അമ്മയുടെ പേര് എഴുതുമ്പോൾ ഹൗസ് വൈഫ് എന്ന് എഴുതുന്നിടത്ത് അച്ഛൻ ജോലിക്ക് പോകുന്ന വീട്ടിലാണെങ്കിൽ അവിടെ ഹൗസ് ഹസ്ബൻഡ് എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. നെഗറ്റീവിന്റെ കൂമ്പാരമായിരുന്നു തുടക്കത്തിലൊക്കെ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. അതെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ ഇതായിരിക്കണം. ചില സമയത്തൊക്കെ ഇരുന്ന് കരയുന്നതാണ്. ഇനിയിപ്പം ചേട്ടൻ പതുക്കെ ജോലിയെല്ലാം ചെയ്യാൻ പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം, ഇനി ജോലിക്ക് പോയി തുടങ്ങാം എന്ന് വിചാരിച്ചത്? എനിക്ക് കുറച്ച് വേദന, ഈ പറഞ്ഞില്ലേ, കുറച്ച് നടുവിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ഇപ്പൊ ഓക്കെ ആയി വരുന്നു, കുറച്ചായി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെന്റിനൊക്കെ കുറച്ചും കൂടി പൈസ വേണം. ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? ഇപ്പം നോർമലി നമ്മൾ കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. നിങ്ങളത് നാട്ടുകാരെ കൂടി കാണിക്കുക എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായെടുത്തോളം മിക്ക വീടുകളിലും ചിലപ്പോൾ ഭാര്യനെ പേടിച്ചിട്ട്, ഇവിടെ ഭാര്യനോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്, ഭാര്യനെ പേടിച്ചിട്ട് ഈ ജോലികൾ ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ടാകും. അവർക്ക് പക്ഷേ അത് പബ്ലിക് ആക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണും. പക്ഷെ നിങ്ങളത് ഭയങ്കര അഭിമാനത്തോടു കൂടി പുറത്ത് കാണിക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്താണ്? ഇപ്പം കാരണം കുറെ നെഗറ്റീവ്സ് വരുന്ന ഉറപ്പാണ്, അതുകൊണ്ടാണല്ലോ ഒളിച്ചും പാത്തുന്ന ആൾക്കാർ ചെയ്യുന്നത്. നെഗറ്റീവിന്റെ കൂമ്പാരമായിരുന്നു തുടക്കത്തിലൊക്കെ. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ജോലി ചെയ്യുന്നത് ഇതേപോലെ വീഡിയോ ചെയ്തിടണമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു ഏകദേശം ഒരു 1-2 മാസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയോ എന്തോ ഒരു റീലോ ഷോട്ടോ അങ്ങനെ കണ്ടതാണ്. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു, വീഡിയോ ഇങ്ങനെ ചെയ്താലോ, വ്ളോഗ് ചെയ്ത് നമുക്ക് പഴയ പോലെ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. നേരത്തെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമായിരുന്നല്ലോ, ചെയ്താലോ എന്ന് പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞ ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. അതെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ ഇതായിരിക്കണം. അങ്ങനെയുള്ള തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചില സമയത്തൊക്കെ ഇരുന്ന് കരയുന്നതാണ്. അതിനകത്ത് എനിക്കിപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഇന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ജോലിയും ചെയ്യുന്നില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്യുമ്പോൾ സ്വയമായിട്ട് ക്യാമറ എടുത്ത് തന്നെ മേളിൽ സ്റ്റാൻഡിൽ കൊണ്ടുവെക്കുന്നു, ജോലി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വീഡിയോസ് കണ്ടപ്പോൾ ഈ ചേട്ടൻ റീച്ചിന് വേണ്ടി ആയിരിക്കുമോ ഇങ്ങനെ ചെയ്യുന്നത്, ശരിക്കും ഇങ്ങനെ ആണുങ്ങളുണ്ടാവും, അങ്ങനെ റീച്ചിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് എന്നും വീഡിയോ ഇടാം. നമ്മളെന്നും വീഡിയോ ഇടാറില്ല. നമുക്ക് ഈ പറഞ്ഞ എന്തോന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ മൂഡുകൾ കാണത്തില്ല. വീഡിയോ ഇടുന്നതിനായാലും നമ്മളിപ്പോൾ ഒരു ജോലി ഇപ്പോൾ പെട്ടെന്ന് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ ചെയ്യുന്ന കാര്യങ്ങളും ഫുൾ അതിനകത്ത് വരുന്നില്ല. ചില കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണത്തില്ല. എല്ലാ സാധനങ്ങളൊന്നും നമ്മൾ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നുമില്ല. ഇപ്പൊ അങ്ങനെ വീഡിയോസ് ഇട്ട സമയത്ത് കൂടുതൽ കമന്റ്സ് ഓക്കെ, നമുക്കറിയാത്ത ആൾക്കാരിടുന്ന കമന്റ്സ്, പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ ചേട്ടൻ്റെ അമ്മ ഇങ്ങനെ വളർത്തി വന്നുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ചേച്ചിയുടെ അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ ആലോചിച്ചതാണ്. അങ്ങനെ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണേ? ഇപ്പൊ മാറി വന്ന് ഇപ്പൊ കുഴപ്പമില്ല. അച്ഛൻ എന്നാലും ഇഷ്ടമല്ല, അച്ഛന് വീഡിയോ ചെയ്യുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നതോ അങ്ങനൊന്നുമില്ല. പിന്നെ ഹാഫ് ഇതൊക്കെ ഇടുന്നതിന് അച്ഛന് ഷോർട്ട്സ് ഇടുന്നതിന് ഇഷ്ടമല്ല. ബെഡ്റൂമിലല്ല നമ്മൾ ആദ്യം എണീക്കുന്ന കാണിക്കുന്നത്, അതൊന്നും ഇഷ്ടമല്ല. ഇപ്പോഴും ഇഷ്ടമല്ല, ഇപ്പോഴും മഴക്കോറും. അപ്പൊ എന്തു പറയും? അതിന്റെ ആഗ്രഹമല്ലേ വീഡിയോ ചെയ്യുന്ന, അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ അവനും ഉണ്ടല്ലേ ഇഷ്ടങ്ങളൊക്കെ. ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ
കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മാറി മാറി വരുന്നുണ്ട്. അത് അങ്ങനെയാണ്, കുറച്ച് നാള് കഴിയുമ്പോ, കാരണം കുറച്ച് പഴയ ആൾക്കാരല്ലേ, അവർക്കത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അല്ല, അതിനെ കുറിച്ച് പറയുമ്പോഴല്ലേ പണ്ടത്തെ ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ഇപ്പൊ ഈ ഭാഗ്യയുടെ അച്ഛനായാലും ഞങ്ങളുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരായാലും അവരൊരു പഴയ രീതിയാ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അവരുടെ അപ്പൂപ്പന്മാരൊക്കെ അല്ല അവരുടെ മുൻ തലമുറകൾ ചെയ്തതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അന്ധവിശ്വാസങ്ങളായാലും എന്തോ ആയാലും അവരത് ഫോളോ ചെയ്യുമോ. ഞാനിപ്പം ഇത് ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മോൻ അത് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഒരു പോസിറ്റീവ് എനർജിക്കാന്ന് മാത്രം വിചാരിച്ചു. ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ടോ? അവള് ചെയ്യിപ്പിക്കാറുണ്ട്. എന്തൊക്കെയാ ചെയ്യിപ്പിക്കാറ്? കൊച്ചു കൊച്ചു ജോലികളൊക്കെ. അവനിപ്പോ പാത്രം എടുത്തോണ്ട് വെക്കാനും, അതിൽ ഗ്ലാസ് കുടിച്ച വെള്ളത്തിന് ഗ്ലാസ് കൊണ്ടുവന്ന് കഴുകി വെക്കാനും, അങ്ങനെയുള്ള ചെറിയ ചെറിയ. ഞങ്ങൾക്ക് പിന്നെ കോഴിയൊക്കെ ഉണ്ട്. അവന് ഗിഫ്റ്റ്, അവന് ഭയങ്കര ആഗ്രഹമായിട്ട് കോഴീനെ കൊണ്ടുവന്നത്. അതിന് തിരിച്ചു കൊടുക്കുന്നത് മോനാണോ? ചെറിയ ചെറിയ തുണി എഴുതുമ്പം അവന്റെ തുണികള് സെപ്പറേറ്റ് കൊണ്ടിടും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ജോലികൾ അത് അവന് മനസ്സിലാവാൻ പറ്റും വേണ്ടിട്ട്. അപ്പൊ പറയാറില്ല ഇങ്ങനെ. എന്റെ അമ്മയ്ക്ക് പേഴ്സണലി, ഞാൻ ഈശ്വര ഇത് ഞാൻ പറയുമ്പോ ഞാൻ എന്നാലും ഞാൻ വീട്ടിലെ ജോലികൾ ഒന്നും ചെയ്യാറില്ലാത്തവരാണ്. അങ്ങനെയല്ല, ഇപ്പൊ ഞാനിപ്പം പാത്രം കഴുകാൻ പോവുകയാണെങ്കിൽ പോലും അമ്മ ഇങ്ങനെ പറയും, വേണ്ട വെച്ചോ ഞാൻ കഴുകിക്കോളാം. അങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തുന്നതാ. എന്നെ ആയാലും എന്റെ അനിയനെ ആയാലും അങ്ങനെ തന്നെയാ. ചിലപ്പോ അമ്മയും ജോലി ചെയ്യാതിരിക്കും. അതുകൊണ്ട് പക്ഷെ അപ്പം ഇങ്ങനെ ഒരു ഗിൽറ്റ് ഫീലിംഗ് വരില്ലേ, അയ്യോ ഇങ്ങനെ ഒരു ചെറിയ മോനല്ലേ ചെയ്യിപ്പിക്കണം. അതല്ല, ഇപ്പൊ ഞാനൊരു കംഫർട്ട് സോൺ കിട്ടുന്നുണ്ടല്ലോ എനിക്ക്, അപ്പം അവന്റെ ഭാര്യക്ക് അത് കിട്ടണം, കംഫർട്ട് സോൺ കിട്ടണം. അങ്ങനെ ആലോചിക്കുന്ന ഒരു അമ്മായിയമ്മയാണ്. അല്ലാതെ നാളെ കയറി വരുന്ന പെണ്ണ് ചോദിക്കും, അച്ഛ അതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്താ മോനെ ചെയ്താൽ മോനെ എന്താ പഠിപ്പിക്കാതിരുന്നത് എന്നോടൊരു ചോദ്യം ചോദിക്കത്തില്ലേ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ്. അന്നേരം ഞാൻ ചീട്ടെടുത്തിട്ട് ഇരിക്കുമായിരുന്നു. അന്നേരം ഞാൻ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ പിന്നെ മെസ്സേജ് അയക്കാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ പുള്ളി മെസ്സേജ് അയച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ബ്രോയുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനോ പോലെ തോന്നുന്നത്. ഞാൻ സെയിം സിറ്റുവേഷനിലൂടെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനെനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ബ്രോ ചെയ്യും, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു ഭയങ്കര അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. കാരണം ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ എൻ്റെ കണക്കുള്ള ഒത്തിരി ആളുകൾ കാണും വീഡിയോ ചെയ്യാത്ത ഇഷ്ടം പോലെ. ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ആളുകൾക്ക് കണ്ടപ്പോൾ മെസ്സേജ് അയക്കുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും, എനിക്ക് ഉറപ്പാകരുത്. അത് ഉറപ്പാണ്. പറയാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ അടിയിൽ വന്ന് കമന്റ്സ് ഇടുന്ന, ഇപ്പൊ പാവാടാന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വരുന്നത് ചിലപ്പോ അവരുടെ അടുത്ത് ചാൻസ് ഉണ്ട്. നമ്മൾ ഏതോ ഒരു റീലില് കണ്ടിട്ടില്ലേ, എന്തോ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഭാര്യ പറഞ്ഞപ്പോ ചെയ്യാതെ ഇരിക്കാൻ, എന്നാ എനിക്കിപ്പോ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വക്കീലിനെ വിളിക്കാൻ പോയപ്പോ വക്കീല് പറയുന്നത് ഭാര്യയുടെ തുണി കഴുകിക്കൊണ്ടിരിക്കാതെ. അപ്പൊ തിരിച്ചു വന്ന് ആ ജോലി ചെയ്യുന്ന എനിക്ക് ജിസ്മ വിമലിന്റെ ആണ്. 2 മിനിറ്റ് ആരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ലൈഫ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പം നിങ്ങൾ ടിക്ടോക്ക് ഒക്കെ ചെയ്ത് ഡ്യുവറ്റൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം. ആ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഡബ് സ്മാഷ് ചെയ്യും. അപ്പം നമ്മൾ ഒരു ചെറിയ റീല് തരും, അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നമ്മൾ ചോക്ലേറ്റ് മൂവിയിലെ ക്ലൈമാക്സ് ആയാലോ, സെറ്റല്ലേ? ഓക്കെ, ഞാൻ പ്ലേ ചെയ്ത് തരാം. ഇരുന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. കൈ മുറിഞ്ഞിരിക്കുന്നു. അതെ, പൊക്കി എടുക്കണ്ട, ബാക്കി കൈ ഓക്കെ. മുരളി ഇങ്ങ് തരൂ. ഇല്ലെങ്കിൽ അയ്യോ അത് സ്ക്രിപ്റ്റിലില്ല. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു, അത് നിന്റെ തെറ്റ് അല്ല, അത് നിന്റെ തെറ്റ്. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. ഇത്രയും നേരം ഞാൻ ടാസ്ക് പറഞ്ഞപ്പോ തൊട്ടേ എടുക്ക് വെക്കാനൊന്നും പറ്റില്ല, കൈവേദന അത് പറഞ്ഞോണ്ടിരുന്ന ആളാണ്. ഇപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഭയങ്കര സർപ്രൈസ് ആയി പോയി എടുത്തു പൊക്കിയത്.
ഇങ്ങനെ സർപ്രൈസസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ഇനി ഞാൻ വീട്ടിൽ പോയി നടുവടക്കും. അത് നമ്മുടെ വഴിയാണ്. ഇപ്പൊ ശരിക്കും ഇങ്ങനെ നടുവേദനയുള്ള ഒരാളെ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു വേറൊരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു നിങ്ങളുടെ തന്നെ ഇൻസ്റ്റയില് ഇങ്ങനെ എടുത്തു വെക്കുന്നത്. അപ്പൊ നടുവേദന എങ്ങനെ മാനേജ് ചെയ്യുന്ന, ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നതല്ലേ? ആ ഒരു ആവേശത്തിൽ സ്നേഹത്തിൽ അങ്ങ് പൊക്കി പോകുന്നതാണോ? പിന്നെയാണ് വേദനയുടെ കാര്യം. ഡോക്ടർ ഇതൊക്കെ കണ്ടിട്ട് വഴക്കുറയും. ഡോക്ടർ നിങ്ങളുടെ ഫോളോവറാണ്, ഇതൊക്കെ കാണാറുണ്ട്. നമ്മള് ചെന്ന് കയറിപ്പോയിട്ട് നമ്മള് പറയും ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ കാര്യമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നതാണ്. ഇപ്പം നമ്മുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ, മറ്റേ ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെ ഒരു മൂവി ഉണ്ട്, സലാം കാശ്മീർ. അതിനകത്ത് എന്റെ വീഡിയോ ഫുള്ള് കമന്റ് വരുന്നതാ സലാം കാശ്മീരിലെ. ഞാൻ ആ കമന്റ് വായിക്കാതെ ചോദിച്ചു സമ്മതിക്കില്ല. സലാം കാശ്മീരില് ചോദിക്കുന്നുണ്ട് ട്യൂൺ ഉണ്ടല്ലേ, ആ ട്യൂൺ അടക്കം എഴുതുന്നവരുണ്ട് കമന്റ് ബോക്സിൽ. ആ സിനിമയിൽ ഇങ്ങനെ പറയുന്നില്ലേ, ഇപ്പം SSLCക്ക് മോളുടെ ഇതിനകത്ത് അച്ഛന്റെ ജോലി ചോദിക്കുമ്പോ എന്ത് എഴുതും, വീട്ടച്ഛൻ ഇന്ന് എഴുതുവോ എന്നാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യം ചേട്ടന്റെ അടുത്താണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കേ, എന്തെഴുതും? അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഉത്തരം തന്നെ, എനിക്ക് ഈ ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. അതിലൊരു തെറ്റില്ല. ഇപ്പം അമ്മയുടെ പേര് എഴുതുമ്പോൾ ഹൗസ് വൈഫ് എന്ന് എഴുതുന്നിടത്ത് അച്ഛൻ ജോലിക്ക് പോകുന്ന വീട്ടിലാണെങ്കിൽ അവിടെ ഹൗസ് ഹസ്ബൻഡ് എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ചിന്താഗതികളുള്ള ആളുകളാണ് മാറേണ്ടത്. ഇത് എനിക്കുള്ള മറുപടി അല്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഇനി ലൈഫിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് ചേച്ചിയുടെ ആ ചെറിയൊരു പരാതി ഒന്ന് പരിഹരിച്ചു കൊടുക്കുക, കുറച്ച് സമയമൊക്കെ. ഇനിയും ഒരുപാട് ടൈം ടേബിൾ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ആണോ? അതിന് നിങ്ങൾ സമയം കണ്ടെത്താൻ നോക്കുകയാണ്. ഞാൻ അതിനുള്ള രീതിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് കപ്പിൾസിന് നിങ്ങൾ ഓൾറെഡി മാതൃകയായിരിക്കും. ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്, അത്രയും ദൂരത്തുനിന്ന് ഇന്റർവ്യൂവിന് വേണ്ടി ഇവിടെ വരെ വന്നതിന് താങ്ക് യു. നിങ്ങളുടെ ക്വാളിറ്റി ടൈം കളഞ്ഞിരുന്നതിൽ ഞാനും ഉത്തരവാദിയാണെന്ന് എനിക്കറിയാം. എന്നാലും ആ ഒരു ക്ഷണം സ്വീകരിച്ച് വന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാൻ പറഞ്ഞോടെ? പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് തുടക്കത്തിൽ ഇതുപോലെ വീഡിയോ വ്ളോഗർ ആവണമെന്നും പറഞ്ഞു തുടങ്ങിയൊന്നും അല്ല. പക്ഷേ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസും കണ്ടന്റുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഒരുപാട് പേർക്ക് മീൻസ് പെണ്ണുങ്ങൾക്ക് തന്നെ ഇങ്ങനെ വിളിച്ച് സങ്കടം പറയുമ്പം ആശ്വാസം നൽകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ലൈഫിന് ഇപ്പം കാശ് ഉണ്ടാക്കുക എന്നതിലും അപ്പുറം നമ്മൾ ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് റോൾ മോഡൽ ആവുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ 3 പേരെയും കേട്ടിരുന്ന ബി4 ബിലേസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ബൈ.